ഹായ് മക്കളെ, റയാൻ സാറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മാർക്കിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അതായത് +1ലേക്ക് നിങ്ങൾ എത്തിയപ്പോൾ നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന രീതി കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. 10ാം ക്ലാസ് വരെ എഴുതിയ എക്സാം രീതികളിൽ നിന്ന് മാറി കുറച്ച് മാർക്കിംഗ് സിസ്റ്റത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. ആ പറയുന്ന മാർക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ, +1 കൊമേഴ്സ് മാർക്ക് സ്കീം ഫോർ ദ കൊമേഴ്സ് വാരിയേഴ്സ്. നമ്മൾ +1ലേക്ക് കൊമേഴ്സ് എടുത്തു, ഇനി കൊമേഴ്സിൻ്റെ വാരിയേഴ്സായി കൊമേഴ്സ് പഠിച്ച് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എക്സാം എഴുതുന്നത് ഏത് രീതിയിലാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മാർക്കിംഗ് സ്കീം. നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട നമ്മളുടെ ആദ്യത്തെ കോർ സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. ഈ അക്കൗണ്ടൻസിൻ്റെ 2 രീതിയിൽ നിങ്ങൾ പഠിക്കും. ഒന്നെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, അല്ലെങ്കിൽ AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണെങ്കിൽ CAS എന്ന് പറയും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനാലിസിസ് ആണെങ്കിൽ AFS എന്ന് പറയും. ഓക്കെ, ഇതെങ്ങനെയാണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഒന്നെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിത്ത് അക്കൗണ്ടൻസി പഠിക്കും, അല്ലെങ്കിൽ അക്കൗണ്ടൻസി വിത്ത് AFS പഠിക്കും. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1ാം വർഷം 60 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. നിങ്ങൾ എക്സാം റൈറ്റ് ചെയ്യേണ്ടത്, കൈകൊണ്ട് എഴുതേണ്ടത് 60 മാർക്കിനാണ്. 20 മാർക്ക് നിങ്ങളുടെ പേഴ്സണൽ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ, ഹോംവർക്ക് വെക്കൽ, നല്ല സ്വഭാവം, ഇതിനൊക്കെ ടീച്ചർമാർ തരുന്ന ഒരു 20 മാർക്ക് ഉണ്ടാവും. ടോട്ടൽ 80 മാർക്കിനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എക്സാം ഉണ്ടാവുക. ഓക്കെ, ഇനിയോ അക്കൗണ്ടൻസി വിത്ത് AFS ആണെങ്കിലോ നിങ്ങൾ 80 മാർക്കിന് 1ാം വർഷം എക്സാം എഴുതണം. 80 മാർക്കിന് തിയററ്റിക്കലായിട്ട് എക്സാം എഴുതുക. 20 മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 മാർക്കിനായിരിക്കും ടോട്ടൽ 1ാം വർഷം എക്സാം ഉണ്ടാവുക. ഇനി 3ാമത്തെ സബ്ജക്റ്റ് ഏതാ? അതായത് അക്കൗണ്ടൻസി അല്ലാതെ നിങ്ങൾക്ക് 2ാമത് പഠിക്കാനുള്ള കോർ സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ്. മക്കളെ, കണക്ക് കൂട്ടലുകളൊന്നുമില്ല. റയാൻ സാർ പഠിപ്പിക്കുന്ന ബിസിനസ് സ്റ്റഡീസ് 80 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. 20 മാർക്ക് നിങ്ങളുടെ ഈ പറയുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE മാർക്കായിട്ടുള്ള മാർക്കും, ടോട്ടൽ 100 മാർക്കിന് നമ്മൾ എഴുതും. തിയറിയാണ് കംപ്ലീറ്റ്ലി, പ്ലസ് ഇൻറ്റേർണൽ അസസ്മെൻറ്റും. പിന്നെ 4ാമത്തത് ഇംഗ്ലീഷാണ്. ഏത് സബ്ജക്റ്റ് എടുത്താലും, സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, നിങ്ങൾ പഠിക്കുന്നതാണ് ലാംഗ്വേജ്. അത് നിങ്ങൾക്ക് 80 മാർക്കിനാണ് ഉണ്ടാവുക ഇംഗ്ലീഷ് എക്സാം. 20 മാർക്ക് അതുപോലെ തന്നെ CE ഉണ്ടാവും. 100 മാർക്കിനായിരിക്കും എക്സാം. പിന്നെ ഉണ്ടാവുന്ന സബ്ജക്റ്റ് മലയാളം, അറബി, ഉറുദു, സംസ്കൃതം, കന്നഡ പോലത്തെ നമ്മളുടെ ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ്. അതും നമ്മൾ 80 മാർക്കിനാണ് എക്സാം എഴുതുക. 20 CE മാർക്ക്, 100 മാർക്കിനാണ് ടോട്ടൽ ഉണ്ടാവുക. ഈ പറയുന്നതൊക്കെ തിയറിയാണ്. നമ്മളുടെ ഈ പറയുന്ന അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ 60 മാർക്ക്. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അല്ലാതെ AFS ആണെങ്കിൽ അത് 80 മാർക്ക്. ഇതല്ലാതെ മക്കളെ, എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എക്കണോമിക്സും ഡെഫിനിറ്റ്ലി 80 മാർക്കിനാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. പ്ലസ് 20 മാർക്ക്, ടോട്ടൽ 100 മാർക്കിനാണ് നമുക്ക് എക്സാം ഉണ്ടാവുക 1ാം വർഷം. ഇനി ഇതല്ലാതെ നിങ്ങൾക്കൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് പരിപാടി ഉണ്ട്. ഓപ്ഷണൽ സബ്ജക്റ്റ് അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് പറയുക, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്സ്, പൊളിറ്റിക്കൽ സയൻസ്, സ്റ്റാറ്റി. നിങ്ങൾ ഓപ്ഷണലായിട്ട് എടുക്കുന്ന സബ്ജക്റ്റാണ്. ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കും, ഇല്ലെങ്കിൽ സ്റ്റാറ്റി പഠിക്കും, ഇല്ലെങ്കിൽ മാത്സ് പഠിക്കും, ഇല്ലെങ്കിൽ പൊളിറ്റിക്സ് പഠിക്കും. അതിൽ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ 80 മാർക്കിന്. ബാക്കി എല്ലാം നിങ്ങൾക്ക് 1ാം വർഷം ഉണ്ടാവുക 60 മാർക്കിനാണ്. അതിൻ്റെ കൂടെ ഒരു 20 മാർക്ക് CE മാർക്ക് ഉണ്ടാവും. 80 മാർക്കിനാണ് ടോട്ടൽ ഉണ്ടാവുക. പൊളിറ്റിക്കൽ സയൻസ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തെങ്കിൽ 100 മാർക്കിന് എക്സാം ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മളുടെ മാർക്കിംഗ് സിസ്റ്റം. അപ്പോൾ അക്കൗണ്ടൻസി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ 60 + 20 80. ഇനി AFS ആണെങ്കിൽ 80 + 20 100. ബിസിനസ് 80 + 20 100. എക്കണോമിക്സ് 80 + 20 100. പിന്നെ ഏതാണുള്ളത്? ഇംഗ്ലീഷ് 80 + 20 100. നമ്മളുടെ അവസാനത്തെ ലാംഗ്വേജ് 80 + 20 100. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇഫ് യു ഗോ ടു ദ +2 പബ്ലിക് എക്സാമിനേഷൻ, പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ആർ കണ്ടക്റ്റഡ് ഫോർ 120 മാർക്സ്. നിങ്ങളുടെ +2 എക്സാം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് 120 മാർക്കിലായിരിക്കും എക്സാം.
മാത്സ് ആണെങ്കിൽ 120 മാർക്കിലായിരിക്കും എക്സാം, സ്റ്റാറ്റി ആണെങ്കിൽ 120 മാർക്കിലായിരിക്കും എക്സാം. ഓക്കെ, ഇനിയോ നമ്മളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള അക്കൗണ്ടൻസി ആണെങ്കിൽ അതും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉള്ളതാണെങ്കിൽ അതും 120 മാർക്കിനായിരിക്കും എക്സാം. ഈ 120 മാർക്കിൻ്റെ സിസ്റ്റം എന്താണെന്നറിയോ? 120 മാർക്കിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് 60 മാർക്ക് എക്സാമാണ്. ഓക്കെ, പ്ലസ് 20 മാർക്ക് ഇൻറ്റേർണൽ ആണ്, പ്ലസ് 40 മാർക്ക് പ്രാക്ടിക്കൽ എക്സാം ആണ്. നിങ്ങൾ ലാബിലൊക്കെ പോയി കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാത്സിലായാലും സ്റ്റാറ്റിയിലായാലും ഈ പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം പഠിക്കുന്ന അക്കൗണ്ടൻസിയിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 560ഉം 640ഉം കൂട്ടി 1560ഉം 640ഉം കൂട്ടി 1200 മാർക്കിലായിരിക്കും നമ്മളെ +1 +2 നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം. അപ്പോൾ മക്കളെ 70% കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് കേരളത്തിൽ കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1ാം വർഷം ഉണ്ടാവുക 60 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിലും 60 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. എന്നാലോ +2 അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് 120 മാർക്ക്, ഈ പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 120 മാർക്ക്. ഇതാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. എജ്യൂപോർട്ടിൻ്റെ കൂടെ ചേർന്ന് അക്കൗണ്ടൻസി കുമാരിയ സാറോട് കൂടിയും എക്കണോമിക്സ് സെൽസബീൻ സാറോട് കൂടിയും ബിസിനസ് എൻഡോട് കൂടിയൊക്കെ പഠിച്ച് അടിപൊളിയായി 1200 നമുക്ക് ഇപ്പം തന്നെ സ്കോർ ചെയ്ത് തുടങ്ങണം. ഓക്കെ, അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ എജ്യൂപോർട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ചേർന്നാൽ മാത്രം മതി. അപ്പോൾ താഴെ കാണുന്നതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല കരിയർ ബിൽഡ് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ്.